മാഡം കുട്ടികൾ പച്ചക്കറികളോ പഴങ്ങളോ നാരടങ്ങിയ ഒന്നും കഴിക്കില്ല. പക്ഷേ ചിക്കനൊക്കെ ഒരുപാട് കഴിക്കും. മലം പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിനെന്താ ചെയ്യുക? ചേച്ചി, എന്താണെന്ന് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് നാരടങ്ങിയ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാരടങ്ങിയ ഫൈബർ എന്നൊരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ മലം പോകാൻ പ്രയാസം വരും. അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാൻ, വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് നാരടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് എത്ര പേര് ചിക്കൻ അല്ലാതെ അല്ലെങ്കിൽ ഇറച്ചിയും മീനൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ നാരടങ്ങിയ ഭക്ഷണം നമ്മുടെ മക്കൾ ഇതുപോലെ തന്നെ കഴിക്കാൻ പ്രയാസം പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ നമുക്കൊരു 20 തൊട്ട് 30 ഗ്രാം എങ്കിലും നാരടങ്ങിയ ഭക്ഷണം ഒരു ദിവസം മുതിർന്ന കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവണം. കുട്ടികൾ ഇതുപോലെ കഴിക്കാൻ മടി കാണിക്കും. നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ചേച്ചി വീട്ടിൽ എന്നും കടല, അതുപോലെ സോയ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇലക്കറികൾ, മുരിങ്ങ ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ കടല മുളപ്പിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കടലക്കറി വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ എളുപ്പത്തിൽ കഴിക്കും. കടലയോട് വലിയ വിരോധമൊന്നും കണ്ടില്ല. അതിനകത്ത് 28 ഗ്രാമാണ് ഫൈബർ ഉള്ളത്. പിന്നെ സോലബിൾ ഫൈബർ, ഇൻസോലബിൾ ഫൈബർ എന്നാണ് പറയുന്നത്. ഫൈബർ ഉള്ള ഫുഡ് ഏതൊക്കെയാണ്? ധാന്യവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, അതുപോലെ നട്ട്സ്, ചിയ സീഡ്സ്, ഓട്സ്, ഇതൊക്കെയാണ്. അപ്പം ചിക്കനും മീനും ഒക്കെ കുട്ടികൾ കഴിക്കാൻ വാശി പിടിച്ചാലും പക്ഷെ നമ്മുടെ ഭക്ഷണത്തിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുക.